USS എക്സാമിന് എങ്ങനെയാണ് OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കൂളിലുള്ള എക്സാം എഴുതുന്ന പോലെ ഒരു പേപ്പറിൽ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്ന പോലെ അല്ല USS എക്സാം നടക്കുന്നത്. ഇപ്പോൾ USS പോലെയുള്ള ഇനി നിങ്ങൾ ഭാവിയിൽ എഴുതാൻ പോകുന്ന ഒട്ടുമിക്ക കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ് എല്ലാം ഇത്തരത്തിൽ OMR ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അപ്പോൾ മിക്കവാറും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ OMR ഷീറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നോ അതൊന്നും ഒരു ധാരണ ഇല്ലാതെ എക്സാം ഹാളിൽ പോകും. എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് അതിൽ വരുത്തി വെക്കും. അതിൽ മിസ്റ്റേക്ക് വന്നു പോയാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള ഒരു ആൻസർ ഷീറ്റ് നമ്മൾ പേര് എഴുതിയപ്പോൾ തെറ്റിപ്പോയി, ടീച്ചർ വേണമെങ്കിൽ വേറെ ആൻസർ ഷീറ്റ് തരും അല്ലേ? പക്ഷേ ഇവിടെ എന്തില്ല, അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ തെറ്റിയത് തന്നെയാണ്. അപ്പം കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യേണ്ടത്, നെയിം മാർക്ക് ചെയ്യേണ്ടത്, റോൾ നമ്പർ മാർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കൃത്യമായുള്ളൊരു ധാരണ വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എക്സാം ഹാളിൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു OMR ഷീറ്റിൻ്റെ മോഡൽ വെച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് OMR ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെന്റിന്റെ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് പറയുന്നുണ്ട്, USS പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷാർത്ഥികൾക്ക് OMR ഷീറ്റിന്റെ കാൻഡിഡേറ്റ് കോപ്പി നൽകുന്നതിനാൽ OMR ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി നൽകുന്നതല്ല. അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് എക്സാം ഹാളിൽ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി തരും. അല്ലാതെ ചെയ്തതിന്റെ ഫോട്ടോ കോപ്പി പിന്നീട് എന്ത് ചെയ്യില്ല, കിട്ടൂല എന്നുള്ളതാണ്. അങ്ങനെ ഓൾറെഡി നമുക്കൊരു കാൻഡിഡേറ്റ് കോപ്പി കിട്ടും. ഓക്കെ, അടുത്ത് USS പരീക്ഷയുടെ ഉത്തര പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത OMR വാല്യുവേഷൻ മുഖേനയാണ്. പരീക്ഷാ വേളയിൽ OMR ഷീറ്റിൽ കൃത്യമായ വിവരങ്ങൾ ബബിൾ ചെയ്യുവാൻ പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മൂല്യനിർണ്ണയത്തിൽ OMR അസാധുവാകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ മാനുവലി ഒരു ടീച്ചർ അല്ല എന്ത് ചെയ്യുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. നിങ്ങളുടെ OMR ഷീറ്റിൽ എന്താണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കമ്പ്യൂട്ടറാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ, ഫില്ല് ചെയ്യാൻ. അടുത്ത്, ഹാൾ ടിക്കറ്റിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ തെറ്റ് തിരുത്തി പുതിയ ഹാൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ്. OMR ഷീറ്റിൽ ഹാൾ ടിക്കറ്റിൽ ഉള്ള വിവരങ്ങളിൽ നിന്നും വിപരീതമായ വിവരങ്ങൾ ബബിൾ ചെയ്താൽ OMR ഷീറ്റ് കമ്പ്യൂട്ടർ വാല്യുവേഷനിൽ അസാധുവാകുന്നതാണ്. അസാധുവായ OMR ഷീറ്റിനെ സംബന്ധിച്ച പരാതികൾ പരിഗണിക്കുന്നതല്ല. പരീക്ഷാർത്ഥികൾ OMR ഷീറ്റിൽ വിവരങ്ങൾ കൃത്യമായി ബബിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് മുന്നേ അത് കറക്റ്റ് ചെയ്തോളണം. കാരണം നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണ്, ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള ഡീറ്റെയിൽസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഒരു ഇൻഫർമേഷനും നിങ്ങൾ OMR ഷീറ്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ വേറെയും ആണെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല ഇത് രണ്ടും ഒരേ ആളാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ OMR ഷീറ്റിൽ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റിലുള്ള അതേ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്, OMR ഷീറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സാമിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത, OMR ഷീറ്റിന്റെ നിശ്ചിത സ്ഥാനത്ത് പരീക്ഷാർത്ഥി സെറ്റ്, ആൽഫ കോഡ്, റോൾ നമ്പർ രേഖപ്പെടുത്തി ബബിൾ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ലാംഗ്വേജ് AT, ഫസ്റ്റ് ലാംഗ്വേജ് BT, മീഡിയം, ജെൻഡർ എന്നിവയും തെറ്റുകൂടാതെ പരീക്ഷാർത്ഥികൾ ബബിൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ ABCD എന്നിങ്ങനെ 4 സെറ്റ് ആൽഫ കോഡുകളിലാണ് ചോദ്യ ബുക്ക്ലെറ്റുകൾ നൽകുന്നത്. ഈ പരീക്ഷയിലെ 3 പാർട്ടുകൾക്കും പാർട്ട് ABC ഒരേ സെറ്റ് ആൽഫ കോഡുകളിലെ ചോദ്യ ബുക്ക്ലെറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പരീക്ഷാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് സെയിം ആണ്. ഓക്കെ, USS എക്സാം എഴുതുന്ന എല്ലാവരും ക്വസ്റ്റ്യൻസ് സെയിം ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓർഡർ ആയിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്ത ആളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓർഡർ. അപ്പോൾ ഓരോരുത്തർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ആൽഫ കോഡ് ഉണ്ട്. അതാണ് ABCD എന്ന് പറഞ്ഞത്. അപ്പോൾ A പാർട്ട് അല്ലെങ്കിൽ A കോഡ് കിട്ടിയ ആളുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓർഡർ ആയിരിക്കില്ല B കോഡ് കിട്ടിയവരുത്. അപ്പോൾ നിങ്ങൾ അപ്പുറത്തുള്ള ആൾ നോക്കി എഴുതി കഴിഞ്ഞാൽ പോലും ഒരേ ക്വസ്റ്റ്യൻസ് ഒരേ ഓർഡർ ആയിരിക്കില്ല, ഓർഡർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ കോഡ് ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ട് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം, പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിലൊക്കെ ഉള്ള ആ ഒരു കോഡ് എല്ലാത്തിലും സെയിം ആണ് എന്നൊക്കെ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തത്, പേപ്പർ 1ലെ പാർട്ട് എയുടെ ചോദ്യ പേപ്പറിന്റെ സെറ്റ് എ ലഭിച്ച വിദ്യാർത്ഥി പേപ്പർ 1ലെ പാർട്ട് ബിയുടെയും പാർട്ട് സിയുടെയും ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ സെറ്റ് എയിലുള്ളത് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. ഇപ്പൊ നിങ്ങൾക്ക് പേപ്പർ 1 പാർട്ട് എ, അതുപോലെ അതിൽ എന്തുണ്ടാവും, പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിൽ പാർട്ട് എയുടെ ചോദ്യ പേപ്പറിന്റെ സെറ്റ് എ എന്നാണെങ്കിൽ, ഓക്കെ, അതിന്റെ ആൽഫ കോഡ് എ ആണെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം, പാർട്ട് ബിയിലും
പാർട്ട് സിയിലും ഉള്ളതൊക്കെ എ എന്ന് പറയുന്ന അതേ ആൽഫ കോഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അല്ലാതെ ഒന്നിൽ തന്നെ പാർട്ട് എ ഒരു ആൽഫ കോഡും പാർട്ട് ബി വേറെ ആൽഫ കോഡും ആവരുത്. കാരണം എല്ലാം ഒറ്റ ഷീറ്റിലാണല്ലോ നിങ്ങൾ ഫില്ല് ചെയ്യുക, ഒരേ OMR ഷീറ്റിലാണ്. അപ്പോൾ ഒരേ ആൽഫ കോഡാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, OMR ഷീറ്റ് പറയുമ്പോൾ ക്ലിയർ ആവും. അത് പേപ്പർ 1-2 പരീക്ഷകൾക്ക് വ്യത്യസ്ത OMR ഷീറ്റുകളാണ് USS പരീക്ഷാർത്ഥികൾക്ക് ലഭിക്കുന്നത്. OMR ഷീറ്റിന്റെ മാതൃക അനുബന്ധമായി പരീക്ഷാ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം 2 പേപ്പറായിട്ടാണ് എക്സാം നടക്കുക. പേപ്പർ 1, പേപ്പർ 2 രണ്ടിനും എന്തുണ്ട്, സെപ്പറേറ്റ് OMR ഷീറ്റ് ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മോഡൽ കാണിക്കാം. ഇനി OMR ഷീറ്റുകൾ ഉപയോഗിച്ചാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാ ഭവൻ ഇതിനനുസരിച്ച് മൂല്യനിർണ്ണയം നിർവഹിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. രാവിലെ നടന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ OMR പരീക്ഷയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കേടുപാട് കൂടാതെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കേണ്ടതും ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കേടുപാട് കൂടാതെ പാക്ക് ചെയ്ത് സീൽ വെച്ച് സെൻട്രൽ നിന്നും അന്ന് തന്നെ ബന്ധപ്പെട്ട DEO ഓഫീസുകളിൽ എത്തിക്കേണ്ടതുമാണ്. DOയിലുള്ള പരീക്ഷാ ഭവൻ ഈ ഉത്തരക്കടലാസുകൾ നേരിട്ട് ശേഖരിക്കുന്നതാണ്. OMR മാതൃകയിലുള്ള പരീക്ഷ ആയതിനാൽ USS പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം ഉണ്ടായിരിക്കുന്നതല്ല. ഇതിലെ ഈ വലിയ പാരഗ്രാഫ് അതിനെ സർക്കുലറിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ മുഴുവൻ വായിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ള ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അവരെ എപ്പോൾ ആൻസർ ഷീറ്റ് കൊണ്ടുപോകുന്നു, DE ഓഫീസിൽ എത്തിക്കുന്നുണ്ടോ, ഇതൊന്നും നിങ്ങളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, പ്രശ്നമല്ല. നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവർ ചെയ്തോളും. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലുള്ള പോയിന്റാണ്. OMR മാതൃകയിലുള്ള പരീക്ഷയായതിനാൽ USS പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ പബ്ലിക് എക്സാമുകളിലൊക്കെ പുനർമൂല്യനിർണ്ണയം, റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, SLCക്ക് ആയാലും +1 +2 ഒക്കെ. എന്ന് വെച്ചാൽ എന്താ, അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി റീവാലുവേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇത് കമ്പ്യൂട്ടറാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഓൾറെഡി മാർക്ക് വന്നിട്ടുണ്ടാവും, അതിൽ വേറെ എറേഴ്സ് ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അത് അവിടെ എറർ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല OMR മാതൃകയിലുള്ള എക്സാം ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന OMR ഷീറ്റിന്റെ ഒരു മോഡൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പേപ്പർ 1ന്റെ ഒരു മോഡലാണ്, ഇത് പേപ്പർ 2ന്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഷീറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ അകത്താണ് നിങ്ങളുടെ നെയിം, ബാക്കി ഡീറ്റെയിൽസ്, ആൻസേഴ്സ്, എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഓരോന്നും എന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് ഈ ഒരു ടോപ്പിലുള്ള ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് എടുക്കാം. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അറിയാൻ ആ ടോപ്പിലുള്ള ആ ഒരു പോർഷൻ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസാണ്. അത് ഇപ്പോഴേ വായിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാർക്ക് ഷുഡ് ബി ഡാർക്ക് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ലാസ്റ്റ് വായിക്കാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ലാസ്റ്റ് വായിക്കാം. ആദ്യം ഈ ഒരു ഏരിയ നോക്കാം, എന്നിട്ട് ഇൻസ്ട്രക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഒന്നും കൂടെ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ നെയിം ഇവിടെ കൊടുക്കണം. അപ്പോൾ നെയിം കൊടുക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ലീവ് എ ബോക്സ് ബ്ലാങ്ക് ബിറ്റ്വീൻ ഈച്ച് പാർട്ട് ഓഫ് ദ നെയിം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ എൻ്റെ പേര്, ഓക്കെ, എൻ്റെ പേര് മുഹമ്മദ് അസീം P എന്നതാണ് എൻ്റെ മുഴുവൻ നെയിം. ഓക്കെ, നിങ്ങൾ അസീം പനോളി എന്നൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, വീഡിയോസിന് താഴെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ റെക്കോർഡിക്കലുള്ള നെയിം അല്ലെങ്കിൽ നമ്മുടെ SLC ബുക്കിൽ ഇതൊക്കെയുള്ള കംപ്ലീറ്റ് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അസീം P എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് USS എക്സാം എഴുതുന്നതെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യേണ്ടത് ഫസ്റ്റ് കോളത്തിൽ ഞാൻ M കൊടുക്കും, അടുത്തതിൽ OHAMMED. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിമായി എന്തായി, മുഹമ്മദ് എന്നുള്ള പാർട്ടായി. ഓക്കെ, ഇത് ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് എഴുതുന്നുണ്ടോ, എല്ലാവരും പോയിട്ട് ആൻസർ ഷീറ്റിൽ മുഹമ്മദ് അസീം എഴുതിയിട്ട് എല്ലാവരും കൂടെ സ്കോളർഷിപ്പ് എനിക്ക് വാങ്ങി തരരുത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിക്കുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ മുഹമ്മദ് എന്ന ഫസ്റ്റ് എഴുതി. ഇനി സാധാരണ നമ്മളൊരു പേപ്പറിലാണ് ഞാൻ എൻ്റെ നെയിം എഴുതുന്നെങ്കിൽ മുഹമ്മദ് എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ അസീം എഴുതുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ടാണ് എൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള P എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്പേസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലീവ് എ ബോക്സ് ബ്ലാങ്ക് ബിറ്റ്വീൻ ഈച്ച് പാർട്ട് ഓഫ് ദ നെയിം. എന്ന് വെച്ചാൽ അസീമിന് ഒരു സ്പേസ് ഇടണമല്ലോ. അപ്പോൾ അത് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കള്ളി ഒഴിവാക്കിയിട്ട് അടുത്ത കള്ളി മുതൽ എന്ത് ചെയ്യുക, അസീം ASEEM എന്ന് എഴുതി. ഓക്കെ, ഇനിയോ എൻ്റെ ഇനീഷ്യൽ ഉണ്ട്, അപ്പോൾ ഒരു ബോക്സ് കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇനീഷ്യൽ എഴുതി P എഴുതി. ഇങ്ങനെയാണ് എൻ്റെ റെക്കോർഡിക്കലുള്ള നെയിം. ഓക്കെ, ഇപ്പം ഇനി അസീം പനോളിയാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ആദ്യം അസീം എഴുതി സ്പേസ് ഇട്ട് പനോളി എഴുതും. പക്ഷേ എൻ്റെ SLC ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ ഡാറ്റയിലൊന്നോ P എന്നേ ഉള്ളൂ, അതിൻ്റെ ഇലാബറേറ്റ് ചെയ്തുള്ള പനോളി ഇല്ല, അതുകൊണ്ട് ഞാൻ P മാത്രമേ എഴുതിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് അസീം P എന്നുള്ളത് ഇതുപോലെ നിങ്ങളുടെ നെയിമിൽ ഇനിയിപ്പോൾ ഗ്യാപ്പ് ഇല്ലാത്ത ഒരാളുടെ പേര് രവി എന്ന് മാത്രമേ ഉള്ളൂ, രവിക്ക് ഇനി ഗ്യാപ്പ് ഒന്നുമില്ല, അപ്പോൾ അയാൾ ഗ്യാപ്പ് ഇടണ്ട. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ റോൾ നമ്പർ ഉണ്ട്, അതുപോലെ ഇവിടെ ക്വസ്റ്റ്യൻ ബുക്കിൽ ഒരു നമ്പർ ഉണ്ട്, സെറ്റ് ചെയ്താന്ന് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് മീഡിയം, ഫസ്റ്റ് ലാംഗ്വേജ് AT BT, അതുപോലെ ജെൻഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം, ഒരു റോൾ നമ്പർ. ഇപ്പോൾ എൻ്റെ റോൾ നമ്പർ ഇങ്ങനെയാണ് വിചാരിക്കുക, 7901332. ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള വെറുതെ ഒരു നമ്പർ എഴുതിയാൽ
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ, അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ കാർഡിലുള്ളത് എന്താണോ ആ റോൾ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ വെറുതെ സ്കൂളത്തെ ക്ലാസ് റോൾ നമ്പർ എന്നല്ല, USSന്റെ അഡ്മിഷൻ കാർഡിലുള്ള റോൾ നമ്പർ എന്താണോ അത് ഇവിടെ എഴുതുക. ഇനി 7 ആണ് ഫസ്റ്റ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ കുറേ കള്ളികൾ കാണാൻ പറ്റും, കുറേ റൗണ്ടുകൾ. അപ്പോൾ 7ന്റെ നേരെ താഴെ ഇതിൻ്റെ 7 ഉണ്ടാവും, ആ 7 മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഓക്കെ, 7 മാത്രം ബബിൾ ചെയ്തു. ഇനി അല്ലാതെ ഇതിന് നേരെ താഴെ വേണം ബബിൾ ചെയ്യാൻ. ഇതിന് നേരെ താഴെ 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. അടുത്ത് 9ന്റെ നേരെ താഴെ എന്ത് ചെയ്യുക, 9 ബബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത് ഇതേപോലെ 0ന് നേരെ താഴെ 0 ബബിൾ ചെയ്തു. അടുത്ത 1ൻ്റെ താഴെ ആരാ ബബിൾ ചെയ്യണം, 1 ബബിൾ ചെയ്യണം. അടുത്ത ആരാണ്, 3യുടെ നേരെ താഴെ 3 ബബിൾ ചെയ്തു. ഓക്കെ, 2ൻ്റെ നേരെ താഴെ 2 ബബിൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ റോൾ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ എഴുതിയിട്ട് ആ ഡിജിറ്റ് അതിൻ്റെ നേരെ താഴെ നിങ്ങൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ പോകുന്നത് ഇതല്ല, കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ബബിൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് റൗണ്ടാണോ ബബിൾ ചെയ്തിട്ടുള്ളത് അതാണ്, ആ നമ്പറാണ് കമ്പ്യൂട്ടർ നിങ്ങളെ എന്തായിട്ട് എടുക്കുക, അഡ്മിഷൻ നമ്പറായിട്ട് അല്ലെങ്കിൽ റോൾ നമ്പറായിട്ട് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ബബിൾ ചെയ്ത് ഇപ്പോൾ ഇവിടെ 7 എഴുതി എന്നിട്ട് ഇവിടെ 6 ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ 6 എടുക്കുക, 7 അല്ല എടുക്കുക. അപ്പോൾ ബബിൾ ചെയ്യുന്നത് ഇത് സെയിം സംഭവമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മാർക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ ഇവിടെ ഇത് മാർക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ഒരു നമ്പർ ഉണ്ടാകും, ആ നമ്പർ ഇവിടെ എഴുതുക, അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ഇൻവിജിലേറ്റർ ആയിട്ടുള്ള ക്ലാസ്സിലെ ടീച്ചറോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇൻ കേസ് നിങ്ങളിത് ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ബ്ലേഡൊക്കെ വെച്ച് ചുരണ്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ആ ഷീറ്റിനെ എന്തായാലും ഡാമേജ് ആക്കും. ഇൻ കേസ് ബ്ലേഡ് വെച്ചിട്ടൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇപ്പോൾ ഞാൻ ഇവിടെ 7 ബബിൾ ചെയ്യുന്നതിന് പകരം 6 ചെയ്തു, അപ്പോഴാണ് മനസ്സിലായത് തെറ്റിപ്പോയി, എന്നിട്ട് 7 ചെയ്തു. കമ്പ്യൂട്ടറിന് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല 6 ആണോ 7 ആണോ കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോഴേ ഇടുന്നത്. കാരണം ഇത് നമ്മൾ എക്സാം ഹാളിൽ പോയിട്ടല്ല ഇത് കാണേണ്ടത്, ഇതിന് മുന്നേ തന്നെ ഇത് കണ്ട് അതിന് വേണ്ടി നമ്മൾ റെഡി ആയിട്ട് പോകണം. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ആൽഫ കോഡ്, നിങ്ങളുടെ ബുക്ക്ലെറ്റിന് കോഡ് ഉണ്ടാവും, ABCD ഏതാണോ. ഇപ്പോൾ B ആണെങ്കിൽ ഇവിടെ B എന്ന് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു, B ഇവിടെ ബബിൾ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അറബിക് ആണെങ്കിൽ അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ മലയാളം, അറബിയാണ് അറബിക്, തമിഴ് കന്നഡ ഏതാ വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇപ്പോൾ അറബിക് ആണെങ്കിൽ അറബിക്, ഞാൻ വെറുതെ ഒരു റാൻഡം എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജ് BT ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ മീഡിയം, നിങ്ങൾ ഏത് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ, ഏതാണോ മീഡിയം എന്ന് വെച്ചാൽ ആ മീഡിയം ഇതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാർക്ക് ചെയ്യുക, മലയാളം മാർക്ക് ചെയ്യുക. ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഇതേപോലെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ അതാണ് ഇവിടെ ഇടേണ്ടത്. ഓക്കെ, ഇതെൻ്റെ സിഗ്നേച്ചർ ഒന്നുമല്ല കേട്ടോ, ഇനി ഇത് നാളെ പോയിട്ട് എൻ്റെ സിഗ്നേച്ചറാണ് പറയാൻ നിൽക്കേണ്ട, ഞാൻ ജസ്റ്റ് വെറുതെ കുത്തി വരച്ചതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ സിഗ്നേച്ചർ അവിടെ ഇടുക. സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ അത് നിങ്ങൾ ഇടണ്ട. ഓക്കെ, അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചർ എന്ത് ചെയ്യും ഇട്ടോളൂ. ഇത്രയുമാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. കാരണം ഈ ഫില്ല് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്, മാർക്ക് ഷുഡ് ബി ഡാർക്ക് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ് സർക്കിൾസ്. മാർക്ക് ദ സർക്കിൾ കറസ്പോണ്ടിങ് ടു വൺ ആൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് ABCD വിച്ച് യു തിങ്ക് ഈസ് കറക്റ്റ് ആൻസർ ടു ആൻ ഐറ്റം ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആസ് പെർ എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സർക്കിളിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുമ്പം അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ആ സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം മാർക്ക് ചെയ്യുക, പുറത്തോട്ട് പോകരുത്. ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് മഷി വരുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അല്ലാതെ അത് ക്രോസ് ചെയ്യേ, പകുതി ഷെയ്ഡ് ചെയ്യേ, അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡ് ചെയ്യേ, ടിക്ക് ചെയ്യേ, അതൊന്നും എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ടർ റീഡ് ചെയ്യില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ടു ഫിൽ ദ OMR ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യാം. ഇങ്കിൻ്റെ പെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ പേനകളൊന്നും എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. പെൻസിലൊന്നും യൂസ് ചെയ്യരുത്. ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യണം. അതിൽ തന്നെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഈ 2 കളേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ച മഞ്ഞ നീല എല്ലാം കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. ബ്ലൂ ഓർ ബ്ലാക്ക് മാത്രം ചെയ്യാം. ദർ ഷുഡ് ബി നോ സ്ട്രേ മാർക്സ് ഓൺ ദ ഷീറ്റ് ഓർ ദ ബാർ കോഡ്. ഡാർക്കൻ ഓൺലി 1 സർക്കിൾ ഫോർ എവറി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പല സ്ഥലത്തും പല ബാർ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഇതിങ്ങനെ ബബിൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കയ്യിൽ കുറച്ച് മഷിയാവും, എന്നിട്ട് കൈ കൊണ്ടിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും വെക്കും. അപ്പോൾ അതേ മഷി അങ്ങോട്ട് പരക്കും. അപ്പോൾ ഈ മഷിയൊക്കെ അവിടെയും ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടീസ് വരും. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ പേനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓവറായിട്ട് ഇങ്ക് വരാത്ത കൃത്യമായിട്ട് വരുന്ന നല്ല പേന യൂസ് ചെയ്യുക. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ലീക്ക് വരും അല്ലേ, പേനയുടെ റീഫില്ലറിന് അല്ലെങ്കിൽ ഫില്ലറിന് അത് ലീക്ക് വരും. എന്നിട്ട് പേപ്പറിൻ്റെ അവിടെ ഇവിടെയൊക്കെ മഷി ഉണ്ടാവും. കുറേ ആളുകളുടെ ആൻസർ ഷീറ്റിൽ പറ്റുന്ന സംഭവമാണ്. അവിടെ ഇവിടെയൊക്കെ മഷി ഉണ്ടാവും. അങ്ങനെ മഷി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് കൺഫ്യൂഷൻസ് വരും, വൃത്തി ഉണ്ടാവില്ല. മാത്രമല്ല ഇതിൽ പല സ്ഥലങ്ങളിലും ബാർ കോഡുകളുണ്ട്, ആ ബാർ കോഡുകൾക്കും പ്രശ്നം വരും.
അപ്പം അത് കൃത്യമായിട്ട് ഇങ്ക് അങ്ങനെ സ്പ്രെഡ് ആവുന്നു ഞാൻ ഉറപ്പ് വരുത്തുക. ദെൻ ഡു നോട്ട് ഫോൾഡ് ഓർ ഡാമേജ് ദ ഷീറ്റ്. അത് കുറേ ആൾക്ക് പറ്റുന്ന പ്രശ്നമാണ്. എന്ത് ചെയ്യും? ആൻസർ ഷീറ്റ് ഫോൾഡ് ചെയ്യും. ആൻസർ ഷീറ്റ് ചിലപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ പകുതി മടക്കിയിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യും, എന്നിട്ട് അപ്പുറത്തെ ഭാഗം മറച്ചിട്ട് ബബിൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു മടക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരരുത്. കാരണം ഇതൊരു മെഷീൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാനുള്ളതാ. മനസ്സിലായോ? കമ്പ്യൂട്ടറിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാനുള്ളതാ. അപ്പോൾ അതിനകത്ത് കുറേ മടക്കും ചുളിവും ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് സ്റ്റെക്കായി പോകും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഷീറ്റ് തന്നത് അതേപോലെ ആയിരിക്കണം തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഓൾ ഐറ്റം ക്യാരി 1 മാർക്ക് ഈച്ച് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി മുന്നേ നമ്മൾ പറഞ്ഞതാണ്. ഇൻ പേപ്പർ 1 there are 50 questions. Candidate can answer all the questions. Marks of 45 questions with correct answer will be considered. അതുപോലെ തന്നെ പേപ്പർ 2ന്റെ കേസും. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിഫറെൻറ്റ് വീഡിയോസിൽ എക്സാം പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഇത് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. ഇതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഇത് പേപ്പർ 2 ഇതേപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് പേപ്പർ 1ൻ്റെ ഒരു മോഡലാണ്. പേപ്പർ 2ലും ഇതേപോലെ നിങ്ങൾക്ക് എന്തായാണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. അതിൽ ഇതുപോലെ റോൾ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ നെയിം കൊടുക്കണം, ക്വസ്റ്റ്യൻ ബുക്കിൽ ഒരു നമ്പർ കൊടുക്കണം, സെറ്റ് ചെയ്താന്ന് കൊടുക്കണം, മീഡിയം, ജെൻഡർ, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതൊക്കെ എവിടെയും കൊടുക്കാറുണ്ട്, ഇതിലും കൊടുക്കാറുണ്ട്. സെയിം ഇൻസ്ട്രക്ഷൻസ് ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പാർട്ടിൽ ഇപ്പോൾ ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 1 നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ലാംഗ്വേജ് AT ഉണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് BT ഉണ്ട്, അതുപോലെ മാത്തമാറ്റിക്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യന് നേരെ ABCD ഉണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ABCD, തേർഡ് ക്വസ്റ്റ്യൻ ABCD, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? D ആണെന്നുണ്ടെങ്കിൽ അതിൽ D മാത്രം എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണെങ്കിൽ C മാത്രം ബബിൾ ചെയ്യുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് എന്താണോ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ്, അങ്ങനെ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് BTയിലെ 20th ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ പോയി മാർക്ക് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അത് ഇവിടെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ. മാത്രമല്ല പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി വെച്ചാൽ എല്ലാ ആൻസേഴ്സും കണ്ടുപിടിച്ചിട്ട് അവസാനം ബബിൾ ചെയ്യാമെന്ന് വിചാരിക്കും. അത് ചെയ്യരുത്. കാരണം ചിലപ്പോൾ അവസാനം നമുക്ക് ടൈം കിട്ടില്ല. നമ്മളൊരു 20 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, പക്ഷേ OMR കൊടുത്തിട്ടില്ല. അവസാനം നമ്മൾ ബബിൾ ചെയ്യായിരുന്നു. ഒരു 10 ബബിൾ ചെയ്തപ്പോഴേക്കും ടൈം കഴിഞ്ഞു, ടീച്ചർ പേപ്പർ വാങ്ങി, OMR വാങ്ങി കൊണ്ടുപോയി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ബാക്കി 10 ക്വസ്റ്റ്യനും കൂടി പെൻഡിങ് ആണ്, OMR എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് കിട്ടേണ്ട 10 ക്വസ്റ്റ്യൻ അവിടെ മിസ്സായി. സോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? OMR മാർക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവസാനമുള്ള ഹറിബറി ഒഴിവാക്കാം, ഇങ്ങനെ കിട്ടേണ്ട മാർക്ക് മിസ്സാവുന്ന ഒഴിവാക്കാം. അവസാനം എല്ലാം കൂടി ഒരുമിച്ച് ബബിൾ ചെയ്യാൻ നിന്നാലുള്ളൂ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ വരിക്ക് താഴോട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ ഏതെങ്കിലും ഒരു റോ ഒക്കെ ബൈ മിസ്റ്റേക്ക് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ബബിൾ ചെയ്യുമ്പോൾ അങ്ങനെ മാറിപ്പോവും. ചിലപ്പോൾ 6th 5th ആൻസർ കൊടുക്കും, 7th 6th ആൻസർ കൊടുക്കും, 8th 7th ആൻസർ കൊടുക്കും. അങ്ങനെ അങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ നമ്മൾ ചിലപ്പോൾ കുറേ താഴെ എത്തുമ്പോഴേക്കും ശ്രദ്ധിക്കുക, അപ്പോൾ അതുവരെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇതൊക്കെ അവസാനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക, അത് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ നമ്പറും OMR അതേ ക്വസ്റ്റ്യൻ നമ്പറും തന്നെയാണ് എന്നുള്ളതും കൂടി ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇതിന് പേപ്പർ 2 ആണെങ്കിലും ഇതേപോലെ തന്നെ ഇംഗ്ലീഷിന് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ എന്തുണ്ട്, അതിന് ഓരോന്നിനും സെപ്പറേറ്റ് കോളംസ് ഉണ്ട് അടില്ലേ. അപ്പോൾ ഇതാണ് OMR ഷീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. നമ്മൾ എല്ലാ കാര്യങ്ങളും മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞത് എല്ലാ വർഷവും ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും എന്നാലും ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ OMR ഷീറ്റിൽ കുറേ അബദ്ധങ്ങൾ ചെയ്തു വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ച് പോകും. അവസാനം അവിടെ പോയിട്ട് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിസ്റ്റേക്ക് വരുത്താതിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നോക്കി കണ്ട് തന്നെ പോവാം. ഓക്കെ. ഇതേപോലെ നിങ്ങൾ USS എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് ഇടും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ. താങ്ക്